കോൺഗ്രസിൽ പൊട്ടിത്തെറി. കെ സുധാകരന്റെ പരസ്യമായ നീരസം പ്രകടിപ്പിക്കലിൽ കടുത്ത അതിർത്തിയുമായി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുകയാണെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. കെ.സി. വേണുഗോപാൽ കെ സുധാകരനോടും വി.ഡി. സതീശനോടും സംസാരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതാദ്യമല്ല മറനീക്കി പുറത്തു വരുന്നത്. ഇപ്പോൾ അത് പരസ്യമായി ഒരു അസഭ്യ വർഷത്തിലേക്ക് വരെ കെ.പി.സി.സി പ്രസിഡന്റ് ചെന്നെത്തുന്ന കാര്യമാണ് ഇന്ന് കേരള സമൂഹം കണ്ടത്. ആ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പുറത്തു വരികയും അത് സ്വാഭാവികമായും ഒരു പത്രസമ്മേളന വേദിയിൽ കെ.പി.സി.സി പ്രസിഡന്റ് ഇത്തരത്തിലുള്ള പദപ്രയോഗം നടത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ കടുത്ത അതൃപ്തി അറിയിച്ചത്. ഹൈക്കമാൻഡിനെ തന്നെ ഇത്തരത്തിൽ അതൃപ്തി അറിയിക്കുകയും അദ്ദേഹം രാജ്യസന്നദ്ധ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഈ ആലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്ന കെ.സി. വേണുഗോപാൽ വിഷയത്തിൽ ഇടപെടുകയും ഈ തർക്കം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കെ സുധാകരൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടതും മാധ്യമങ്ങളാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഇന്ന് സൃഷ്ടിച്ചതെന്നും തങ്ങൾ ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ആണ് എന്നും വ്യക്തമാക്കിയത്. മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. വി.ഡി. സതീശൻ വൈകിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെങ്കിലും വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കിയതായി അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ ഒരു രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചതോ അതൃപ്തി പ്രകടിപ്പിച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കെ.സി. വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ട് പരസ്പരം രണ്ടുപേരെയും അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഫലമായാണ് കെ സുധാകരൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യം പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്പരം ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് എന്ന് പറയുമ്പോഴും ഇരുദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് എന്ന് കണക്കാക്കേണ്ടി വരും. കാരണം ഇതാദ്യമല്ല കെ സുധാകരനും വി.ഡി. സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വരുന്നത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മന്റെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കോട്ടയം DCC ഓഫീസിൽ മാധ്യമങ്ങളെ കണ്ട ആ സമയത്തും വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് മൈക്കുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. മൈക്ക് അവസാനം കെ സുധാകരന് വി.ഡി. സതീശൻ പൂർണ്ണമായും മാറ്റി വെച്ചുകൊണ്ട് പത്രസമ്മേളനം ആരംഭിക്കുകയായിരുന്നു. പത്രസമ്മേളനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് അന്ന് മറനീക്കി പുറത്തു വന്നത്. ഇത് ആദ്യമായല്ല എന്ന് പറയുന്നത്. നേരത്തെ തന്നെ വി.ഡി. സതീശനും കെ സുധാകരനും കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവർ നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് പുറത്ത് മറ്റൊരു ബദലായി മാറുമെന്ന വിശ്വാസമായിരുന്നു ഹൈക്കമാൻഡിന്. പക്ഷേ ആദ്യഘട്ടത്തിൽ കെ സുധാകരനും വി.ഡി. സതീശനും ഒരുമിച്ച് മുന്നോട്ട് പോകുകയും പിന്നീട് ഇരു ദിശകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ചയായിരുന്നു. അത് സ്വാഭാവികമായും അന്ന് സംഭവിച്ചതിന്റെ ബാക്കി അത് ഈ ബൂത്ത് തലം മുതലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ്. അത് കൂടുതൽ കടുത്തൊരു ഭിന്നതയിലേക്കും അഭിപ്രായ സ്വര വ്യത്യാസങ്ങളിലേക്കും ഒക്കെ മാറി വരുന്ന കാഴ്ചയാണ് പൊതുവെ കണ്ടുവന്നിരുന്നത്. അതിപ്പോൾ പരസ്യമായി എല്ലാവരും അറിയുന്ന തരത്തിലേക്ക് ഈ അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വന്നു എന്ന കാര്യമാണ് ഏറ്റവും സുപ്രധാനം. അവിടെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇത് തെരഞ്ഞെടുപ്പിനെയും ഈ സമരാഗ്നി ജാഥ കോൺഗ്രസ് വലിയ ഒരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രചാരണത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി നടത്തിയ ജാഥയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ജാഥയെയും ബാധിക്കരുതെന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു, വ്യക്തമാണ്. കോൺഗ്രസിൽ പൊട്ടിത്തെറി. കെ സുധാകരന്റെ പരസ്യമായ നീരസം പ്രകടിപ്പിക്കലിൽ കടുത്ത അതിർത്തി അറിയിച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. നിലവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുകയാണെന്ന ദേശീയ നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ ഇരുവരോടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചന്തുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.